വത്തിക്കാനിൽ നിന്ന് PR സുനിൽ നമ്മുടെ വാർത്താ സംഘവും ചേരുകയാണ്. തത്സമയം PR സുനിൽ, മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി ആളുകൾക്ക് എത്താൻ സാധിക്കുന്ന അവസാന മണിക്കൂറുകളാണ് ഇപ്പോൾ. വത്തിക്കാനിൽ ഈ അവസാന മണിക്കൂറുകളിലും നീണ്ട നിരയാണോ നമ്മളവിടെ കാണുന്നത്? സുജാൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാനിലെ അതിപുരാതനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മേജർ മേരി ബസിലിക്കയ്ക്ക് മുമ്പിലാണ്. ഇവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങ് നടക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഈ ബസിലിക്കയിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പിൽ, അദ്ദേഹം എഴുതിവെച്ച കുറിപ്പിൽ ഈ ബസിലിക്കയിൽ താൻ എന്നും മുട്ടുകുത്തുന്ന മേജർ മേരി ബസിലിക്കയിൽ തന്റെ സംസ്കാരം നടത്തണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹപ്രകാരമാണ് ഇവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഈ അതിപുരാതനമായ മേജർ മേരി ബസിലിക്കയിൽ പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഒരുപാട് മനുഷ്യരാണ് ഈ വൈകുന്നേര സമയത്ത് ഈ ബസിലിക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇതിന്റെ മുൻപിലുള്ള മുറ്റത്ത്, കരിങ്കൽ പാകിയ ഈ മുറ്റത്ത് ഒരുപാട് മനുഷ്യർ ഇങ്ങനെ വൈകുന്നേര സമയത്ത് ഇതുപോലെ ഇവിടെ തടിച്ചുകൂടുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇവിടുത്തെ സമയം 10 മണിക്ക്, നാളെ രാവിലെ 10 മണിക്കാണ് ആരംഭിക്കുക. രാവിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരത്തിൽ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു 2 മണിക്കൂർ സമയം സംസ്കാര ശുശ്രൂഷ നീണ്ടു നിൽക്കും. അതിനുശേഷമായിരിക്കും ഭൌതികദേഹം ഇവിടെ മേജർ മേരി ബസിലിക്കയിലേക്ക് കൊണ്ടുവരിക. പിന്നീട് ഇവിടെ സംസ്കരിക്കും. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സിംഗിൾ പൊതിഞ്ഞ ഒറ്റമരപ്പെട്ടിയിലായിരിക്കും അദ്ദേഹത്തെ അടക്കുക. അങ്ങനെ വേണം എന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. മുൻപും നിരവധി പാപ്പമാരെ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ് ഇവിടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന് ഇവിടെ സംസ്കാരം നടത്തണം എന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. അതുപ്രകാരമുള്ള നടപടികൾ തന്നെയാണ് പൂർത്തിയാകുന്നത്. ഏതായാലും ലളിതമായിട്ടായിരിക്കണം തന്റെ സംസ്കാര ചടങ്ങുകൾ എന്നുകൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതായാലും അതിന്റെ ഭാഗമായുള്ള നടപടികൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. ലോക നേതാക്കളൊക്കെ തന്നെ ഈ ഒരു അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷത്തിന് സാക്ഷിയാകാനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെ വത്തിക്കാനിലേക്ക് എത്തുകയാണ്. അങ്ങനെ വത്തിക്കാനിൽ നാളെ എല്ലാ ലോക നേതാക്കളുടെയും സാന്നിധ്യമുണ്ടാകും. ലോകത്തിന്റെ എല്ലാ ശ്രദ്ധയും ഈ വത്തിക്കാനിലേക്ക് തന്നെയാകും. ഇപ്പോൾ തന്നെ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഏതായാലും വത്തിക്കാനിലേക്കാണ് ഇനി എല്ലാ ശ്രദ്ധയും. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി ഫ്രാൻസിസ് പാപ്പയുടെ പൊതുദർശനമായിരുന്നു. ഫ്രാൻസിസ് പാപ്പയെ അവസാനമായി ഒരു നിമിഷം കാണാനും അദ്ദേഹത്തെ പ്രാർത്ഥിക്കാനും ഒക്കെയായി വിശ്വാസികൾ അടക്കമുള്ള ഒരുപാട് പേർ മണിക്കൂറുകൾ കാത്തുനിന്നാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരുന്നത്. ഏതായാലും ഇന്നത്തോടെ പൊതുദർശനം അവസാനിക്കുകയാണ്. ഇനി സംസ്കാര ചടങ്ങിലേക്കുള്ള നടപടികളാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് സമീപത്തേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കുകയാണ്. എല്ലാവർക്കും പാസുകളൊക്കെ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. നാളെ കൃത്യമായ നിയന്ത്രണത്തോടെയായിരിക്കും എല്ലാവരെയും ബസിലിക്കയ്ക്ക് സമീപത്തേക്ക് കടത്തിവിടുക. ഏതായാലും നാളെ 10 മണിക്ക് രാവിലെ ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കും. സുജയ. ഓക്കെ, വത്തിക്കാനിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു PR സുനിലും. നന്ദു പേരാമ്പ്രയും. സെന്റ് മേരി മേജർ ബസിലിക്കയ്ക്ക് മുന്നിലാണ് PR സുനിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹമനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുക. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മുതൽ ഇവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ PR സുനിലും നമ്മുടെ വാർത്താസംഘവും തയ്യാറാണ്. താങ്ക് യു.